إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويقولون آمنا بالله وبالرسول وأطعنا ثم يتولى فريق منهم من بعد ذلك وما أولئك بالمؤمنين وإذا دعوا إلى الله ورسوله ليحكم بينهم إذا فريق منهم معرضون وإن يكن لهم الحق يأتوا إليه مذعنين ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ഒന്നാമതായി എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹജ്ജ് കാലത്തിന് ശേഷം വിശ്വാസി സ്വീകരിക്കേണ്ട സുസ്ഥിരമായ നിലപാടുകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുത്ബയിൽ നാം സൂചിപ്പിച്ചത്. ദിക്റുള്ള അഥവാ ദൈവസ്മരണ, അള്ളാഹുവോടുള്ള പരമമായ സ്നേഹം, അള്ളാഹുവിനുള്ള സമ്പൂർണമായ സമർപ്പണം, അതോടൊപ്പം ഇഹലോകത്തെയും പരലോകത്തെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം. ഈ ഒരു നിലപാടിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ട് പോവുക എന്നതാണ് ഇനി അങ്ങോട്ടുള്ള ഉത്തരവാദിത്തമെന്ന് പറയുന്നത്. മേൽപ്പറഞ്ഞ നിലപാടുകൾ, സുസ്ഥിരമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. എന്നാൽ അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ചു എന്ന് പറയുകയും ആ വിശ്വാസത്തിൻ്റെ ഭൗതികമായ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും അതേസമയം തന്നെ അള്ളാഹുവിനുള്ള സമ്പൂർണമായ സമർപ്പിതമായ ജീവിതത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നവർ യഥാർത്ഥ വിശ്വാസികളല്ലെന്നാണ് ഖുർആൻ പറയുന്നത്. അത്തരക്കാരിൽ ഉൾപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയാണ് ഞാനും നിങ്ങളും കൈവരിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ഖുർആനിക വചനങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഖുത്ബ ആരംഭിക്കുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിലെ 47-ാം വചനം മുതലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത്. അള്ളാഹു പറയാൻ ويقولون آمنا بالله وبالرسول وأطعنا ثم يتولى فريق منهم من بعد ذلك وما أولئك بالمؤمنين ويقولون അവർ പറയുന്നു ആമന്നാ ബില്ലാഹി വബിർറസൂൽ, ഞങ്ങൾ അല്ലാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിച്ചു എന്ന് നാവുകൊണ്ടവർ പറയുന്നു. വഅത്വഇന, ഞങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നുണ്ടെന്നവർ നാവുകൊണ്ട് പറയുന്നു. പക്ഷേ നാവുകൊണ്ടുള്ള പറയൽ മാത്രമാണ്. അതേസമയം ജീവിതം കൊണ്ടുള്ള നിലപാട് എന്താണെന്ന് തുടർന്നുള്ള വചനങ്ങളെ അല്ലാഹു പറയാൻ അല്ലാഹുവിലും റസൂലിലും ഞങ്ങൾ വിശ്വസിച്ചു എന്ന് നാവുകൊണ്ട് പറഞ്ഞ്
ഞങ്ങൾ അനുസരണയുള്ളവരാണ്, അള്ളാഹുവോടും റസൂലിനോടും അനുസരണയുള്ളവരാണെന്ന് നാവ് കൊണ്ട് പറയുന്ന ഈ ജനതയെ സംബന്ധിച്ച് പറയാം. സുമ്മ യതവല്ലാ ഫരീഖും മിൻഹും, പിന്നീട് അങ്ങനെ പറഞ്ഞവരിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ പിന്തിരിഞ്ഞു പോയി. ജീവിതം കൊണ്ടുള്ള നിലപാടിൽ, അനുസരണത്തിൽ അവർ ഇല്ല. മിൻ ബഅദി ദാലിക്, അതിനുശേഷം, അത് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിനും റസൂലിലൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു, അതുപോലെ അള്ളാഹുവിനെയും റസൂലിനെയും എല്ലാം ഞങ്ങൾ അനുസരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനെ പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ പിന്തിരിഞ്ഞു പോകുന്നു. അവരനുസരിക്കാൻ മുന്നോട്ട് വരുന്നില്ല. അള്ളാഹുവിനുള്ള സമർപ്പണത്തിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള അനുസരണത്തിൽ ജീവിതം കൊണ്ട് അവർ മാതൃക കാണിക്കുന്നില്ല. അവരെ സംബന്ധിച്ച് പറയാണ് വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, അവർ യഥാർത്ഥ വിശ്വാസികളല്ല. അത് പറയൽ കൊണ്ട് മാത്രമായില്ല, മറിച്ച് ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുവാൻ അവർക്ക് സാധ്യമാവണം. തുടർന്ന് അല്ലാഹു പറയാണ് വൈദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും ഇദാ ഫരീഖും മിൻഹും മുഅ്രിദൂൻ. വൈദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കും അവർ ക്ഷണിക്കപ്പെട്ടാൽ, ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി, അല്ലാഹുവും റസൂലും തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി അവരെ അള്ളാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ, ഇതാ നിങ്ങളുടെ മുമ്പിൽ ഖുർആനുണ്ട്, നിങ്ങളുടെ മുമ്പിൽ തുരുസുന്നത്തുണ്ട്, നിങ്ങളുടെ മതജീവിതവും നിങ്ങളുടെ സാമൂഹിക ജീവിതവും നിങ്ങളുടെ സാമ്പത്തിക ജീവിതവും നിങ്ങളുടെ രാഷ്ട്രീയവും നാഗരികവുമായ മുഴുവൻ ജീവിതത്തിനും മാർഗദർശനം നൽകാൻ ഇതാ കിതാബും സുന്നത്തും നിങ്ങളുടെ മുമ്പിലുണ്ട്, അതിലേക്ക് നിങ്ങൾ വരിൻ എന്നവരോട് പറഞ്ഞാൽ ഇതാ ഫരീഖും മിൻഹും മുഅ്രിദൂൻ, അങ്ങനെ ഞങ്ങൾ അനുസരിക്കുന്നു, ഞങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും ഉൾക്കൊള്ളുന്നു എന്ന് നാവ് കൊണ്ട് പറയുന്ന വിഭാഗത്തിൽ നിന്ന് ഒരു കൂട്ടർ, അവരെല്ലാവരുമല്ല, അവരിൽ നിന്നൊരു ഫരീഖ്, അവരിൽ നിന്നൊരു ഗ്രൂപ്പ്, ഇദാ ഫരീഖും മിൻഹും മുഅ്രിദൂൻ, അവരിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ പിന്തിരിഞ്ഞു പോവുകയാണ്. അനുസരിക്കുന്നു എന്ന് നാവ് കൊണ്ട് പറയുന്ന, അള്ളാഹുവിലും റസൂലും ഞങ്ങൾ വിശ്വസിച്ചു എന്ന് നാവ് കൊണ്ട് പറയുന്ന ആളുകളിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ ജീവിതം കൊണ്ട് ആ അനുസരണ പ്രതിജ്ഞയെടുക്കുവാൻ സന്നദ്ധരാവുന്നില്ല, അവരെ പിന്തിരിഞ്ഞു പോവുകയാണെന്ന് ഖുർആൻ പറയാണ്. അതേസമയം തന്നെ അവർ പൂർണ്ണമായും പിന്തിരിഞ്ഞു പോകുന്നു എന്നാരും മനസ്സിലാക്കണ്ട. സത്യം അവർക്ക് അനുകൂലമാവുമ്പോൾ വിധേയത്വത്തോടുകൂടി സത്യത്തിലേക്ക് അവർ വരും. അവർക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കാത്ത കാര്യങ്ങൾ, പ്രതിസന്ധികളിലേക്കും വെല്ലുവിളികളിലേക്കും അവരെ നയിക്കപ്പെടാത്ത കാര്യങ്ങൾ, അതുമായി സത്യം വരുമ്പോൾ സത്യദീനിന്റെ നിർദ്ദേശങ്ങൾ അവരുടെ ഭൗതികവും സ്വാർത്ഥവുമായ താല്പര്യങ്ങൾക്ക് എതിരാവാത്തിടത്തോളം അവർ സത്യദീനിനെ ഉൾക്കൊള്ളുന്നു. പക്ഷെ അവരുടെ സ്വാർത്ഥവും ഭൗതികവുമായ താല്പര്യങ്ങൾക്കെതിരാവുകയും അവരെ തീർത്തും വലിയ പ്രതിസന്ധികളിലേക്കും വെല്ലുവിളികളിലേക്കും നയിക്കപ്പെടുകയും ചെയ്യുന്ന ഘട്ടങ്ങളിൽ അവർ പിന്തിരിഞ്ഞു പോവുകയാണ്. സത്യം അവർക്ക് പ്രതികൂലമാവുമ്പോൾ, സത്യത്തിന്റെ കൂടെ പ്രതിസന്ധികളും വെല്ലുവിളികളും അഭിമുഖീകരിക്കുന്ന അവസ്ഥയിലും സത്യത്തിൽ ഇസ്തിഖാമത്തോടുകൂടി ഉറച്ചു നിൽക്കുവാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സത്യം പ്രതിസന്ധികളിലേക്കും വെല്ലുവിളികളിലേക്കും നയിക്കപ്പെടുന്ന ഘട്ടങ്ങളിൽ അവർ സത്യത്തിൽ നിന്ന് ഓടിയകലുകയാണ്. അവരെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത് വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, അവരൊന്നും യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല. അല്ലാഹ് പറഞ്ഞതാണ്. അതേസമയം ഏത് പ്രതിസന്ധിയുണ്ടെങ്കിലും സത്യമാർഗത്തിൽ നിന്ന് അണുവളവ് വ്യതിചലിക്കാത്ത നിലപാടാവും വിശ്വാസിയുടേത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു വല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലതീ കുൻതും തുഅദൂൻ എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവർ, ഞങ്ങളുടെ നാഥൻ അള്ളാഹുവാണെന്ന് പറയുക മാത്രമല്ല, ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഉറച്ചു നിൽക്കുന്നവർ, അവരുടെ അടുക്കലേക്ക് മരണാസന്ന ഘട്ടത്തിൽ അള്ളാഹുവിന്റെ മാലാകമാർ ഇറങ്ങി വരുന്നത് നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് സഹോദരങ്ങളെ പ്രതിസന്ധികളിലേക്ക് സത്യം മനുഷ്യനെ ആനയിക്കപ്പെടുന്ന ചരിത്രഘട്ടങ്ങളാണ് നമ്മൾ ചരിത്രത്തിൽ ധാരാളമായിട്ട് വായിച്ചത്. അതേ ചരിത്രഘട്ടങ്ങൾക്ക് വർത്തമാനകാലം സാക്ഷിയായിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചരിത്ര സംഭവങ്ങളെ ധാരാളമായിട്ട് പുനർവായിക്കുകയും അയവിറക്കുകയും ചെയ്യേണ്ടത് വിശ്വാസിയുടെ ബാധ്യതയാണ്.
അവിടെയേ വിശ്വാസിക്ക് ആത്മവിശ്വാസത്തോടുകൂടി ഈ മാർഗത്തിൽ ഉറച്ചു മുന്നോട്ട് പോവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. മഹത്തായ ഹജ്ജ് കർമ്മത്തിന്റെയും ബലിപെരുന്നാളിന്റെയും ഓർമ്മകളിൽ നിന്ന് നമ്മൾ വിട്ടുമാറാത്ത അവസ്ഥയിലാണ് നമ്മളുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ ഏറ്റവും ഓർത്ത ചരിത്രം ആവർത്തിച്ചു പറയുന്നു. മഹാനായ അബ്രഹാം പ്രവാചകന്റെ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചരിത്രമാണ്. വലിയ പ്രതിസന്ധിയാണ്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വെല്ലുവിളിയാണ് ആ പ്രവാചകൻ അഭിമുഖീകരിച്ചത്. സത്യമാർഗത്തിൽ ഉറച്ചു നിന്നപ്പോ തീക്കുണ്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ട ഒരു ഘട്ടമുണ്ടായി. പക്ഷേ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോഴും സത്യത്തിൽ നിന്ന് അണുവളവ് വ്യതിചലിക്കാതെ ധീരതയോടെ ആ പ്രവാചകൻ പ്രഖ്യാപിച്ചുവെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. നമുക്ക് അല്ലാഹു മതി. ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ അല്ലാഹുവാണ്. ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ, ഏറ്റവും ഉത്തമൻ അല്ലാഹുവാണ്. ആ അല്ലാഹു മതി ഭരമേൽപ്പിക്കാൻ നമുക്കെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്രൂദിന്റെ തീക്കുണ്ടാരങ്ങളെ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം അതിജീവിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു ഖുർആനിലൂടെ. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ ചരിത്ര വിവരണങ്ങളിലൂടെ, പ്രവാചകന്റെ വചനങ്ങളിലൂടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ ചരിത്രം മാത്രമല്ല, പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചപ്പോ, വെല്ലുവിളികളെ അഭിമുഖീകരിച്ചപ്പോ ചാഞ്ചാടാതെ അതിനെ അതിജീവിച്ച ധാരാളം ചരിത്രങ്ങളാണ് ഖുർആനിലുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബുറൂജ് എന്ന് പറയുന്ന ഒരധ്യായം തന്നെയുണ്ട്. കിടങ്ങിന്റെ ആളുകളുടെ ചരിത്രം പറയുന്നതാണ് ആ അധ്യായം എന്ന് പറയുന്നത്. അക്രമിയായ ഭരണാധികാരി സത്യവിശ്വാസികളെ അവർ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു എന്നതിന്റെ പേരിൽ അഗ്നിക്കിടങ്ങുകൾ ഉണ്ടാക്കി ആ കിടങ്ങുകളിലേക്ക് അവരെ തള്ളപ്പെടുന്ന ആ ചരിത്ര സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ ഒരു അധ്യായം അവതരിപ്പിക്കുകയാണതാണ് സൂറത്തുൽ ബുറൂജ്. കിടങ്ങിന്റെ ആളുകൾ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആൻ പറയാണ്. അന്നാരിദാത്തിൽ വഖൂദ്, ആ കിടങ്ങുകളിൽ ഇന്ധനമായിട്ട് വിറകായിട്ട് അഗ്നിയാണ്. ആ കിടങ്ങുകളിൽ അഗ്നിയത കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾ അതിലേക്ക് ഇട്ടിരിക്കുകയാണ്. അവർ സത്യമാർഗത്തിൽ ഉറച്ചെന്നതിന്റെ പേരിൽ. അതേസമയം ധിക്കാരിയായ ഭരണാധികാരിയും അയാളുടെ ശിങ്കിടികളും അവരെ സംബന്ധിച്ച് പറയാണ്, ഇതും അലൈഹാ ഖുഊദ്, അവർ ആ കിടങ്ങുകൾക്ക് ചുറ്റും ഇരിക്കുകയാണ്. എന്നിട്ട് വിശ്വാസികൾ അഭിമുഖീകരിക്കുന്ന ഈ തീച്ചൂളയുണ്ടല്ലോ, അത് കണ്ടുകൊണ്ട് അവർ ആസ്വദിക്കുകയാണ്. വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്, സത്യവിശ്വാസികൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി കണ്ട്, പ്രയാസം കണ്ട്, പീഡനം കണ്ടവർ ആസ്വദിക്കുകയാണ്. അവരതിന് സാക്ഷിയായിരിക്കുകയാണ്. വിശ്വാസികൾ എന്തിനാണ് കത്തിയെരിയുന്നത്? എന്ത് തെറ്റാണ് അവർ ചെയ്തിട്ടുള്ളത്? ഖുർആൻ ചോദിക്കുകയാണ്, വമാ നഖമൂ മിൻഹും ഇല്ലാ അയ്യുമിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്, സ്തുത്യർഹനായ പ്രതാപവാനായ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന തെറ്റല്ലാതെ വിശ്വാസികൾ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. അല്ലാഹുവിൽ വിശ്വസിച്ചു, അസീസും ഹമീദുമായ, അങ്ങേയറ്റം അജയ്യനും സ്തുത്യർഹനുമായ പ്രതാപവാനായ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന തെറ്റല്ലാതെ ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. തുടർന്ന് അല്ലാഹു പറയാണ്, ഇത് ചരിത്രത്തിന്റെ അന്ത്യമല്ല. അവരെ മനസ്സിലാക്കണം. ഇന്നല്ലദീന ഫതനൽ മുഅ്മിനീന വൽ മുഅ്മിനാതി സുമ്മ ലം യതൂബു ഫലഹും അദാബു ജഹന്നമ വലഹും അദാബുൽ ഹരീഖ്. സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും പീഡിപ്പിക്കുന്നവരുണ്ടല്ലോ, പിന്നീട് അതിൽ നിന്ന് പശ്ചാത്തപിച്ചുകൊണ്ട് പിന്മാറാത്ത ആളുകൾ, അവർക്ക് വേദനാജനകമായ നരകശിക്ഷയാണുള്ളത്. അവർക്ക് ഇന്നീ ഭൗതികമായ അഗ്നി കൊണ്ട് വിശ്വാസികൾ അവരെ കരിച്ചു കളയുന്നുവെങ്കിൽ അതിനേക്കാൾ എത്രയോ കഠിനമായ, കഠോരമായിട്ടുള്ള കരിച്ചു കളയുന്ന നരകശിക്ഷയാണ് അവർക്കുള്ളത്. എന്നാൽ ഈ പീഡനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിശ്വാസികളോ അവർ ശാശ്വതമായി പരാജയപ്പെട്ടവരാണെന്ന് ആരും ധരിക്കണ്ടെന്നാ ഖുർആൻ പറയുന്നത്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ദാലികൽ ഫൗസുൽ കബീർ. നിശ്ചയം സത്യവിശ്വാസവും സൽക്കർമ്മവും കൈകൊണ്ട ആളുകൾ, സത്യവിശ്വാസത്തിന്റെയും സൽക്കർമ്മത്തിന്റെയും അടിത്തറയിലുള്ള ജീവിതം നയിക്കുന്ന ആളുകൾ, ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ആറുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗീയമായ പൂങ്കാവനങ്ങൾ അവർക്കുള്ളതാണ്. ദാലികൽ ഫൗസുൽ കബീർ, അതാണ് വലിയ വിജയം. ആ സ്വർഗീയമായ അനുഗ്രഹങ്ങളിലേക്ക് അവർ നയിക്കപ്പെടുമ്പോ
അവർ ഈ ലോകത്ത് ഈ ദുനിയാവിൽ വലിയ പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇത് അല്ലാഹു കാണാതെ പോകുന്നില്ല. പക്ഷേ പലപ്പോഴും വിശ്വാസികൾക്ക് ഈ ദുനിയാവ് വലിയ പരീക്ഷണമായി, വലിയ ജയിലായിട്ട് മാറുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതാണ്. അദ്ദുനിയാ സിജ്നുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിർ. ദുനിയാവ്, ഈ ഭൗതിക ലോകമെന്ന് പറയുന്നത് വിശ്വാസിയുടെ ജയിലാണ്, നിഷേധിയുടെ സ്വർഗമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അഷദ്ദുന്നാസി ബലാഅൻ അൽഅംബിയാഉ സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും വലിയ പരീക്ഷണം അഭിമുഖീകരിച്ച ആളുകൾ അത് പ്രവാചകന്മാരാണ്. പിന്നീട് ആ പ്രവാചകന്മാരുടെ അടുത്ത ഈമാനുള്ളവരാണ്. ഈമാനികമായി ഏറ്റവും ഉയർന്ന അവസ്ഥയിലുള്ളവർ തന്നെയാണ് വലിയ പരീക്ഷണങ്ങൾ ചരിത്രത്തിൽ അഭിമുഖീകരിച്ചത് എന്നുള്ളതാണ്. വിശ്വാസത്തിന്റെ മാർഗത്തിൽ പരീക്ഷണങ്ങളുണ്ട്, പരീക്ഷണങ്ങൾ ഉണ്ടാവും. ആ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴും അള്ളാഹുവിനെ തള്ളിപ്പറയാത്തവനാണ് യഥാർത്ഥ വിശ്വാസി. വർത്തമാനകാല ലോകത്തെ നോക്കിക്കൊണ്ട് നമ്മൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഈ ലോകത്തിന്റെ മുക്കുമൂലകളിൽ പരീക്ഷണങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുന്ന പത്രദ്വാര മാധ്യമങ്ങളിലൂടെ നമ്മൾ വായിക്കുന്ന പീഡിതരായ ജനവിഭാഗങ്ങളുണ്ടല്ലോ, മർദ്ദിതരായ ജനവിഭാഗങ്ങളുണ്ടല്ലോ, ഫലസ്തീനികൾ ഇറാനിൽ അഭിമുഖീകരിക്കുന്ന പരീക്ഷണങ്ങൾ, ലോകത്തിന്റെ മുക്കുമൂലകളിൽ റോഹിംഗ്യൻ ജനവിഭാഗം, ഇങ്ങനെയുള്ള ജനവിഭാഗങ്ങളെ നോക്കിക്കൊണ്ട് അവരൊക്കെ എന്തോ തെറ്റ് ചെയ്തത് കൊണ്ടാണ് അവർ പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്നാർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അങ്ങനെയല്ല. പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കുന്ന ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് അങ്ങനെ വിലയിരുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അതിന് കാലം സാക്ഷിയാണ്, ചരിത്രം സാക്ഷിയാണ്. നമുക്കറിയാം, മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാമയുടെ ചരിത്രം. വലിയ പ്രതീക്ഷകളുമായിട്ടാണ് അദ്ദേഹത്തിന്റെ എതിരാളികളായ മാന്ത്രികന്മാര്, മാരണക്കാർ മൂസാ പ്രവാചകൻ അലൈഹിസ്സലാമയോട് മത്സരിക്കാൻ വേണ്ടി വരുന്നത്. മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാമയോട് മത്സരിക്കാൻ വേണ്ടി വരുമ്പോ ഏകാധിപതിയായ ഫിർഔന്റെ അടുക്കൽ ചെന്നുകൊണ്ട് അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ശുഅറായിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ഫലമ്മാ ജാഅ അസ്സഹറത്തു ഖാലൂ ലിഫിർഔന അഇന്ന ലനാ ലഅജ്റൻ ഇൻ കുന്നാ നഹ്നുൽ ഖാലിബീൻ. ഞങ്ങൾ മൂസയെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ പ്രതിഫലം, വലിയ സമ്മാനം താങ്കൾ നൽകില്ലേ? ഈ ഘട്ടത്തിൽ ഫിർഔൻ പറഞ്ഞു എന്നാണ്, ഖാല നഅം വഇന്നകും മിദല്ല മിനൽ മുഖറബീൻ. അതേ, നിങ്ങൾക്ക് വലിയ സമ്മാനം ലഭിക്കും. നിങ്ങൾ ഭരണാധികാരിയുടെ, രാജാവിന്റെ, ഫിർഔനിന്റെ ഏറ്റവും അടുത്ത ആളുകളായിരിക്കും. രാജാവിന്റെ ഏറ്റവും സമീപസ്ഥർ എന്ന് കേട്ടപ്പോ യാതൊരു റെക്കമെൻഡും യാതൊരു ശുപാർശയും കൂടാതെ രാജസന്നിധിയിലേക്ക് കയറി വരാൻ പറ്റുന്ന ആളുകൾ എന്ന് കേട്ടപ്പോ എന്തെന്നില്ലാത്ത സന്തോഷത്തോടെയായിരുന്നു, ഹർഷാരവത്തോടു കൂടെയായിരുന്നു പ്രവാചകൻ മൂസ അലൈഹിസ്സലാമയോട് മത്സരിക്കാൻ വേണ്ടി അവർ പോയത്. പക്ഷേ പ്രവാചകനുമായിട്ടായിരുന്നില്ല യഥാർത്ഥത്തിലുള്ള അവരുടെ മത്സരം, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ്. മൂസാ നബി അലൈഹിസ്സലാം തന്റെ വടിയിട്ടപ്പോ അവരും അവരുടെ വടിയിട്ടു, അവരുടെ കയ്യിലുള്ള മാന്ത്രിക ചെപ്പുകളിട്ടു. ആ മാന്ത്രിക ചെപ്പുകൾ ഇങ്ങനെ ആദ്യഘട്ടത്തിൽ ഇഴഞ്ഞു നീങ്ങുകയാണ്, ഒരു സർപ്പത്തെ പോലെ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണ്. ആദ്യഘട്ടത്തിൽ അവരുടെ ചെപ്പടി വിദ്യകളെല്ലാം വിജയിച്ചതുപോലെ. പക്ഷേ ആ മത്സരം അതിന്റെ അന്ത്യത്തോടടുക്കുമ്പോ അവരുടെ ഈ ഓലപ്പാമ്പുകളെ മുഴുവനും മൂസ അലൈഹിസ്സലാമയുടെ വടി സർപ്പമായി മാറിക്കൊണ്ട് ആ സർപ്പം വിഴുങ്ങുന്നത് കാണുമ്പോ അവർക്ക് ബോധ്യമായി, ഇത് ഫറോവ പറയുന്നത് പോലെ കള്ളപ്രവാചകനല്ല, ഇത് അള്ളാഹുവിന്റെ ദൂതനാണ്, ഇത് യഥാർത്ഥത്തിലുള്ള പ്രവാചകനാണ്, ഇത് അള്ളാഹു അയച്ച യഥാർത്ഥത്തിലുള്ള റസൂലുള്ളയാണ്, നബിയുള്ളയാണ്, ഇത് അള്ളാഹുവിന്റെ ദൂതനാണെന്ന് മനസ്സിലായപ്പോ വിശുദ്ധ ഖുർആൻ പറയാണ്, അവരാ വിശ്വാസത്തിൽ ഉറച്ചിരുന്നു എന്നുള്ളതാണ്. അവര് പതറിയില്ല. അള്ളാഹുവിന്റെ ദൂതനായതിനാൽ അവർ പ്രവാചകൻ മൂസ അലൈഹിസ്സലാമിൽ വിശ്വസിച്ചു, അള്ളാഹുവിൽ വിശ്വസിച്ചു. ഫഉൽഖിയ സഹറത്തു സാജിദീൻ. വിശുദ്ധ ഖുർആൻ പറയാണ് സൂറത്തു ശുഅറായിൽ തുടർന്നുള്ള വചനങ്ങളിൽ, അങ്ങനെ മാരണക്കാർ അള്ളാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗത്തിൽ വീണു എന്നുള്ളതാണ്, സുജൂദിൽ വീണു എന്നുള്ളതാണ്. ഖാലു, എന്നിട്ടവര് പറഞ്ഞു, ആമന്നാ ബി റബ്ബിൽ ആലമീൻ റബ്ബി മൂസ വ ഹാറൂൻ. ഞങ്ങളിതാ ലോകരക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു, മൂസായുടെയും ഹാറൂന്റെയും റബ്ബിലിതാ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഖാല ഫിർഔൻ പറഞ്ഞു, ആമൻതും ഖബ്ല അൻ ആദന ലക്കും. ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകുന്നതിന്റെ മുമ്പ് നിങ്ങൾ വിശ്വസിക്കുകയോ?
ഇന്നഹു ലകബീറുകും അല്ലദീ അല്ലമകുമുസ് സിഹ്ർ, ഈ മൂസ നിങ്ങൾക്ക് കൂടി മാരണം പഠിപ്പിച്ചവനാണ്, നിങ്ങൾക്ക് കൂടി ഇന്ദ്രജാലം പഠിപ്പിച്ചവനാണ് ഈ മൂസ. ഫലസൗഫ തഅലമൂൻ, ശേഷം വിശ്വസിച്ചതിന്റെ ശിക്ഷ എന്താണെന്ന് നിങ്ങൾ അറിയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ശിക്ഷ പ്രഖ്യാപിക്കുകയാണ് ഫിർഔൻ. ലഉഖത്തിയന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫിൻ വലഉസല്ലിബന്നകും അജ്മഈൻ, നിങ്ങളുടെ കൈകാലുകൾ വിരുദ്ധ ദിശയിൽ നിന്ന് ഞാൻ മുറിക്കുന്നതാണ്. നിങ്ങളുടെ വലത്തേ കൈ മുറിച്ചാൽ നിങ്ങളുടെ ഇടത്തേക്കാലും, നിങ്ങളുടെ ഇടത്തേക്കാൽ മുറിച്ചാൽ നിങ്ങളുടെ വലത്തേ കൈയും, അങ്ങനെ വിരുദ്ധ ദിശയിൽ നിങ്ങളുടെ കൈകാലുകൾ മുറിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ കുരിശിലേറ്റുന്നതാണ് എന്ന് ഫിർഔൻ പറഞ്ഞപ്പോഴും അവർ ഭയപ്പെട്ടില്ല എന്നുള്ളതാണ്. അവരിൽ പ്രകമ്പനമുണ്ടായില്ല, അവര് പതറിപ്പോയില്ല, അവർ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഫിർഔന്റെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ആ ജനത ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചു, ലാ ضير لنا إنا إلى ربنا منقلبون, നീ ഞങ്ങളെ കുരിശിലേറ്റിയാലും ഞങ്ങളെ കൊന്നുകളഞ്ഞാലും ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല. ലാ ضير لنا, ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല. ഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ, നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കലേക്കാണ് മടങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് ഭൗതികമായ സ്വാർത്ഥമായ ആഗ്രഹങ്ങളല്ല ഞങ്ങളുടെ മുമ്പിലുള്ളത്. ഈ ലോകത്ത് കുറച്ചു കാലം നിന്റെ ആനുകൂല്യങ്ങൾ പറ്റി ജീവിക്കുക എന്നതല്ല ഞങ്ങളുടെ അന്ത്യാഭിലാഷമെന്ന് പറയുന്നത്. മറിച്ച് ഞങ്ങൾക്കൊരു അന്ത്യാഭിലാഷമുണ്ട്. ആ അന്ത്യാഭിലാഷം എന്താണ്? ഇന്നാ നത്മഉ അയ്യഗ്ഫിറ ലനാ റബ്ബുനാ ഖതായാനാ അൻ കുന്നാ അവ്വലൽ മുഅ്മിനീൻ, ഞങ്ങൾ വിശ്വാസികളായതിന്റെ പേരിൽ അല്ലാഹു ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണം എന്നത് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം. പാപഭാരമില്ലാതെ നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തിപ്പെടണം എന്നത് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം. ഫിർഔന് കീഴടങ്ങുന്നില്ല, കീഴടങ്ങുന്ന ജനതയല്ല യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുന്നത്. അവരെ സമർപ്പിക്കുക അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞവർ. അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ, നായകൻ, നിയന്താവ്. ഈ പ്രപഞ്ചത്തിന്റെ റബ്ബും ഇലാഹും ഹാക്കിമും പടച്ചവനാണെന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യൻ പിന്നെ അതിൽ നിന്ന് പതറിപ്പോവുകയില്ല. ആ റബ്ബിനെ മാത്രം അയാൾ കീഴ്പ്പെടുമെന്ന് മാത്രമല്ല, ഒരു ഭൗതിക ശക്തിക്ക് മുമ്പിലും അള്ളാഹുവിനെതിരായി അയാൾ കീഴ്പ്പെടുകയില്ല എന്നതിൻ്റെ ചരിത്ര സാക്ഷ്യമാണ്, കാലം സാക്ഷിയായിട്ടാണ് നമ്മൾ ഇറാനിലെ ജനതയെ കാണുന്നത്. അവർ കീഴടങ്ങുന്നവരല്ല എന്നവർ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. പല ചരിത്രഘട്ടങ്ങളിലും നമ്മൾ കണ്ടതുപോലെ അന്യായത്തിന്റെയും അധർമ്മത്തിന്റെയും പക്ഷത്താണ് എന്നും പാശ്ചാത്യ രാജ്യങ്ങൾ നിലകൊള്ളുന്നത്. ഈ വർത്തമാനത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ചരിത്രപരമായ അത്രയും ആമുഖങ്ങൾ ഞാൻ പറഞ്ഞത്. വിശ്വാസി സമൂഹം, യഥാർത്ഥ വിശ്വാസി സമൂഹം എന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടി സമ്പൂർണമായ ജീവിതത്തെ സമർപ്പിച്ച ആളുകളാണ്. അള്ളാഹുവിന് വേണ്ടി അവരുടെ ശിരസ്സുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ അവർ നമിച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്തൊരു തമ്പുരാന്റെ മുമ്പിലും ലോകത്തൊരു ഏകാധിപതിയുടെ മുമ്പിലും അവരുടെ ശിരസ്സുകൾ വീഴുകയില്ല, അവർ നമിക്കുകയില്ല. അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും അവർ കീഴ്പ്പെടുകയില്ല എന്ന് കാലം സാക്ഷി, ചരിത്രം സാക്ഷി. ഇറാൻ ജനത പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ചരിത്രത്തിന്റെ വർത്തമാനകാല മാതൃകയാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇവിടെ അന്യായത്തിന്റെയും അധർമ്മത്തിന്റെയും പക്ഷത്ത്, ഇസ്രായേലിന്റെ പക്ഷത്ത് എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് G70 ഉച്ചകോടിക്ക് ശേഷം, അതല്ലെങ്കിൽ ആ ഉച്ചകോടിയിൽ വെച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ, ലോകരാജ്യങ്ങൾ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രയേലിന് അനുകൂലമായി ഇറാന് വിരുദ്ധമായ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് പറയുന്നത്. G70 ഉച്ചകോടിയിൽ ലോകശക്തികൾ ചേർന്നുകൊണ്ട് ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്ന പ്രസ്താവന വന്ന സന്ദർഭമാണിത്. ഇറാൻ ആണവായുധം കൈവശം വെക്കാൻ അവകാശമില്ലെന്നാണ് രാജ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് പറയുന്നത്. എന്നാൽ ഇസ്രയേൽ രഹസ്യമായി സംഭരിച്ച 100ഓളം ആണവായുധങ്ങളെ കുറിച്ച് ഈ G70 ഉച്ചകോടിയിൽ പങ്കെടുത്ത രാജ്യങ്ങൾക്കൊന്നും മിണ്ടാട്ടമില്ല. അതുകൊണ്ടാണ് അവരുടെ ചരിത്രത്തിലെ കാപട്യം പാശ്ചാത്യ രാജ്യങ്ങൾ, ലോകരാഷ്ട്രങ്ങൾ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും. തങ്ങളുടെ അടുക്കൽ ആണവായുധങ്ങളില്ലെന്നും
അത് പരിശോധിക്കാമെന്നും 2015 തന്നെ ഇറാൻ പ്രസ്താവിച്ചതാണ്. ഇതൊന്നും പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, മുമ്പ് ഇറാഖിനെ തകർക്കാൻ വേണ്ടി അമേരിക്ക പയറ്റിയ അതേ തന്ത്രങ്ങൾ തന്നെയാണ് ഇന്ന് ഇസ്രയേലും അമേരിക്കയിലും ലോകത്തിലെ വൻശക്തികളും ചേർന്നുകൊണ്ട് ഇറാനെ തകർക്കാനും പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയുന്നു, മനസ്സിലാക്കുന്നു. നമുക്കറിയാം, ഒരു കാലത്ത് അറബ് മേഖലയിലെ സമ്പന്നമായ മണ്ണായിരുന്നു ഇറാഖിന്റെ മണ്ണെന്ന് പറയുന്നത്. യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ജലമുള്ളത് കൊണ്ട് യഥേഷ്ടം കൃഷി ചെയ്യാൻ അവർക്ക് സാധിക്കുമായിരുന്നു. കാർഷിക സമ്പന്നമായിരുന്നു ഇറാഖ്. സഹോദരങ്ങളെ, ലോകത്തെ നശിപ്പിക്കാൻ ഉതകുന്ന മാരകായുധങ്ങൾ ഇറാഖിന്റെ കൈവശം, സദ്ദാം ഹുസൈന്റെ കൈവശമുണ്ടെന്ന കള്ളപ്രചരണം നടത്തിക്കൊണ്ടായിരുന്നു അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചതെങ്കിൽ അതേ ഗീബൽസിയൻ നുണകൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാനെതിരെയുമുള്ള ആക്രമണങ്ങൾ തുടുത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. അങ്ങനെ ഇറാഖിനെ തകർത്ത് തരിപ്പണമാക്കി ഒരു ബലിപെരുന്നാൾ ദിനത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇറാഖ് ഭരണാധികാരിയായിരുന്ന സദ്ദാം ഹുസൈനെ മുസ്ലിങ്ങളെ മുഴുവൻ, ലോകത്തുള്ള മുസ്ലിങ്ങളെ മുഴുവൻ അപമാനിക്കുന്ന രൂപത്തിൽ തൂക്കിക്കൊന്നു. ഇതൊക്കെ അടുത്ത കാലത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. നമുക്കൊക്കെ അറിയാവുന്ന, നമ്മുടെയൊക്കെ ഓർമ്മയിലുള്ള കാര്യങ്ങളാണ്. അവസാനം അമേരിക്കയും സഖ്യകക്ഷികളായ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനിൽ യാതൊരു മാരകായുധവുമില്ലെന്ന് തുറന്നു പറഞ്ഞു. അവസാനം പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യം? ഇത്രയധികം കുഞ്ഞുങ്ങളെയും ഇത്രയധികം സ്ത്രീകളെയും കുരുതി കൊടുത്തതിന് ശേഷം പറഞ്ഞു, ഇറാഖിൽ മാരകായുധങ്ങളില്ല. ഇറാഖിൽ അമേരിക്കയുടെ പാവ ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കുക മാത്രമായിരുന്നു സാമ്രാജ്യത്വ ശക്തികളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. പക്ഷേ 10 തലമുറ കഴിഞ്ഞാൽ പോലും ഇറാഖിന് ആ പഴയ പടിയിലേക്ക് പുനഃസ്ഥാപിക്കുവാൻ കഴിയില്ലെന്നാണ് അതിനെ സംബന്ധിച്ച് വിവരമുള്ള ആളുകൾ പറയുന്നത്. ഇതേ ചതിപ്രയോഗമാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്രയേൽ അമേരിക്കയുടെയും വൻശക്തികളുടെയും ഒത്താശയോടുകൂടി ഇറാനിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇറാഖിനെതിരെ തെറ്റായ ഗീബൽസിയൻ വാർത്തകൾ അന്ന് മെനഞ്ഞെടുത്തതും ഇതേ ഇസ്രായേലായിരുന്നു എന്ന് അന്നത്തെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇറാനെതിരെ നുണകൾ ഉണ്ടാക്കിയെടുത്ത ഇസ്രായേലായിരുന്നു. ഇന്ന് ഇസ്രായേൽ ഇറാഖിനെതിരെ നുണകൾ ഉണ്ടാക്കിയെടുത്തത് ഇസ്രായേലായിരുന്നുവെങ്കിൽ ഇന്ന് ഇറാനെ നേരിട്ട് ആക്രമിക്കുവാനും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇസ്രായേൽ തന്നെയാണ്. സഹോദരങ്ങളെ, ഇതേ ചതിപ്രയോഗം, ഏത് ചതിപ്രയോഗം? ഇറാഖിൽ സംഭവിച്ച അതേ ചതിപ്രയോഗമാണ് ഇസ്രായേൽ അമേരിക്കയുടെയും വൻശക്തിയുടെയും ഒത്താശയോടുകൂടി, അമേരിക്കയുടെയും ലോകരാഷ്ട്രങ്ങളുടെയും ഒത്താശയോടുകൂടി ഇറാനിലും നടപ്പിലാക്കാൻ പോകുന്നത്. എന്നാൽ ഗസയെ ആക്രമിച്ചതുപോലെ, ഫലസ്തീൻ ആക്രമിച്ചതുപോലെ ഏകപക്ഷീയമായിട്ട് അത്ര എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ സാധിക്കില്ലെന്ന് ഇസ്രയേലിന് ബോധ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ശക്തമായ പ്രതിരോധം തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഗസയിലെ കുഞ്ഞുങ്ങളെ കൂട്ടക്കുരുതി നടത്തിയ, ഗസയിൽ ആശുപത്രികളിൽ എത്രയോ തവണ ബോംബിട്ടുകൊണ്ട് ആശുപത്രികളിലെ നിരപരാധികളായ രോഗികളെ, സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞ ഇസ്രയേൽ ഇന്ന് മനുഷ്യാവകാശങ്ങളെ കുറിച്ച് ഗീർവാണ പ്രസംഗം നടത്തുകയാണ്. ഇന്ന് യുദ്ധക്കുറ്റങ്ങളെ സംബന്ധിച്ചാണ് ഇസ്രയേൽ സംസാരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളിൽ യുദ്ധക്കുറ്റങ്ങൾ നടത്തുന്നതിൽ മുൻപന്തിയിൽ നിന്ന ഭീകരരാഷ്ട്രങ്ങളിൽ സ്ഥാനം പിടിച്ച ഇസ്രയേൽ ഇന്ന് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും യുദ്ധക്കുറ്റങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു എന്ന് വന്നാൽ ഇസ്രയേലിന്റെ ഏതോ അർത്ഥത്തിലുള്ള ഭീതിയിൽ നിന്നും, ഭയത്തിൽ നിന്നും, അതല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവുകേടിൽ നിന്നും വരുന്നതാണ് എന്ന് പറയേണ്ടി വരും സഹോദരങ്ങളെ. ഇൻ തകൂനു തഅലമൂന ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ. ഇൻ തകൂനു തഅലമൂൻ, ഇന്ന് നിങ്ങൾ വേദന അഭിമുഖീകരിക്കുന്നുവെങ്കിൽ വിശ്വാസികളോട് അല്ലാഹു പറയാണ്, ഇന്ന് നിങ്ങൾക്ക് പ്രയാസങ്ങളും അതുപോലെ തന്നെ പീഡനങ്ങളുമെല്ലാം അഭിമുഖീകരിക്കുന്നുവെങ്കിൽ ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ, നിങ്ങൾ വേദനിക്കുന്നത് പോലെ അവരും വേദനിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു ഗുണമുണ്ട്, വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ, അല്ലാഹുവിൽ നിന്ന് അവരെ പ്രതീക്ഷിക്കാത്തത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, വിശ്വാസികൾക്ക് മാത്രമല്ല, ലോകത്തിലെ മർദ്ദിത പീഡിത ജനവിഭാഗങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ലോകത്തിലെ മർദ്ദിത പീഡിത ജനവിഭാഗങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അതിനൊന്നാമതായിട്ട് വേണ്ടത് സാമ്രാജ്യത്വത്തിനെയും അതുപോലെ തന്നെ സയണിസത്തിനുമെതിരെ, കൊളോണിയലിസത്തിനും സയണിസത്തിനുമെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ്.
സാമ്രാജ്യത്വ സയനിസ്റ്റ് മുന്നണിക്കെതിരെയുള്ള ഐക്യമാണ് ലോകത്ത് രൂപപ്പെടേണ്ടത്. ഇറാൻ നമുക്കറിയാം ശക്തമായിട്ട് പ്രതിരോധിക്കുമ്പോ, ഇസ്രയേൽ അതിശക്തമായ പ്രതിരോധത്തിലാവുമ്പോ സുന്നി ഷീഈ വിഷയങ്ങളൊക്കെ എടുത്തിട്ടുകൊണ്ട് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, അതല്ലെങ്കിൽ മർദ്ദിതരായ ജനവിഭാഗങ്ങൾക്കിടയിൽ അനൈക്യവും ഛിദ്രതയും ഉണ്ടാക്കാനാണ് പലപ്പോഴും വൻശക്തികൾ ശ്രമിക്കുന്നത്. പക്ഷേ ആ ചൂണ്ടയിൽ നാം കുരുങ്ങിപ്പോകരുത്. സുന്നി ഷീഈ വിഭാഗീയതകൾക്കിടയിൽ ഒരിക്കലും തന്നെ ലോകത്തിലെ മർദ്ദിത സമൂഹം, വിശ്വാസി സമൂഹം വിശേഷിച്ചും കുരുങ്ങിപ്പോകരുത്. സുന്നി ഷീഈ വിഭാഗങ്ങൾക്കിടയിലൊക്കെ വിശ്വാസപരമായ കാര്യങ്ങളിൽ അതിൻ്റെ വിശദാംശങ്ങളിൽ വൈവിധ്യങ്ങളും വ്യത്യാസങ്ങളും ഉണ്ട് എന്നതൊരു സത്യമാണ്. അത് അതിൻ്റെതായ തലങ്ങളിൽ സംവദിക്കേണ്ടതും പഠിക്കേണ്ടതുമായ കാര്യങ്ങളാണ്. അതൊന്നും നിസ്സാരമാണെന്ന് പറയുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ആവർത്തിച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, സാമ്രാജ്യത്വ സയനിസ്റ്റ് മുന്നണിക്കെതിരെ ഒരു കൃത്യമായിട്ടുള്ള ഐക്യനിര രൂപപ്പെടുന്നില്ല ലോകത്ത് എങ്കിൽ ലോകം വീണ്ടും ഒരു സാമ്രാജ്യത്വത്തിന് അടിപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുണ്ടാവാൻ പാടില്ല. അതുണ്ടാവാതിരിക്കണമെങ്കിൽ ഐക്യമാണ് സാധ്യമാവേണ്ടത്. ആ ഐക്യത്തെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, വല്ലദീന കഫറൂ ബഅദുഹും ഔലിയാഉ ബഅദ് ഇല്ലാ തഫ്അലൂഹു തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ കബീർ. സത്യനിഷേധികൾ അവർക്കിടയിലുമുണ്ട് ധാരാളം വൈവിധ്യങ്ങളും ധാരാളം വ്യത്യാസങ്ങളും എതിരഭിപ്രായങ്ങളും പരസ്പരം വിയോജിക്കാനുള്ള ഒട്ടേറെ പോയിന്റുകളും. പക്ഷേ വിയോജിക്കാനുള്ള ധാരാളം ആശയങ്ങൾ അവർക്കിടയിൽ ഉള്ളതോടൊപ്പം തന്നെ ഖുർആൻ പറയാണ്, ബഅദുഹും ഔലിയാഉ ബഅദ്, അവർ നിങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിത്രങ്ങളാണ്. ഇല്ലാ തഫ്അലൂഹു തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ കബീർ. നിങ്ങളും ആ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല എങ്കിൽ ഭൂമിയിൽ വലിയ കുഴപ്പവും വലിയ അരാജകത്വവുമാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഈ ഐക്യമാണ്, ഇസ്ലാമിക ലോകത്തിന്റെ ഐക്യമാണ് വിശേഷിച്ചും സാധ്യമാവേണ്ടത്. ഒരു കാലത്ത് ലോകത്ത് മുഴങ്ങിയ ഒരു മുദ്രാവാക്യമുണ്ട്, എല്ലാത്തരം വിഭാഗീയതകൾക്കും അതീതമായിട്ട് ഇസ്ലാമിക ലോകമെങ്കിലും ചുരുങ്ങിയത് ഒന്നിച്ചു നിൽക്കണം. ലാ സുന്നിയ വലാ ഷീഇയ്യ, ഇസ്ലാമിയ ഇസ്ലാമിയ ഇല്ല. നമുക്കിടയിൽ സുന്നി ഷീഇ വിഭാഗീയതകൾ, അതിനെല്ലാം ഉപരിയായിട്ട് ഇസ്ലാമികമായ ഐക്യം ലോകത്ത് രൂപപ്പെടേണ്ടുന്ന സവിശേഷമായ സാഹചര്യത്തിലൂടെയാണ് ഇസ്ലാമിക ലോകം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഈ ഐക്യമാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, അമേരിക്കൻ ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾ കഴിവിന്റെ പരമാവധി ബഹിഷ്കരിക്കുക എന്നുള്ളതാണ്. അതേതെല്ലാം ഉൽപ്പന്നങ്ങൾ എന്ന് പറയുക സാധ്യമല്ല. നമുക്ക് കഴിവിന്റെ പരമാവധി സാധ്യമാവുന്ന അളവിൽ അമേരിക്കൻ ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ളതാണ്. ഈ കാലത്ത് അങ്ങനെയേ പറയാൻ സാധിക്കൂ. ഫത്തഖുല്ലാഹ മസ്തതഅ്തും, നിങ്ങൾ അല്ലാഹുവിനെ സാധിക്കുന്നിടത്തോളം നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ് ഖുർആന്റെ പ്രയോഗം എന്ന് പറയുന്നത്. ഫലസ്തീൻ അടക്കം ഇറാൻ അടക്കമുള്ള മർദ്ദിത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ആവർത്തിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ ഉയരുക എന്നതാണ് മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ പരിഗണിക്കില്ലായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പ്രാർത്ഥനയാണ് വിശ്വാസിയുടെ ആയുധം എന്ന് പറയുന്നത്. വിശ്വാസിയുടെ ഏറ്റവും ഉയർന്ന ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങളെ, നമുക്ക് ആത്മാർത്ഥമായിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. പടച്ചവനെ, ഫലസ്തീനിലെയും ഗസയിലെ ഇറാനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ, അവിടുത്തെ സ്ത്രീകൾ, അവിടുത്തെ കുഞ്ഞുങ്ങളെ എല്ലാ അർത്ഥത്തിലും നീ സഹായിക്കണമേ റബ്ബ്. അല്ലാഹുവേ, ദുർബലരായ ആ ജനവിഭാഗത്തെ നീ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, നാലാമതായിട്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നതാണ് പ്രധാനം. കാപട്യത്തിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, ലോകമാന്യത്തിൽ നിന്ന്, അസൂയയിൽ നിന്ന്, എല്ലാത്തരം ദുർഗുണങ്ങളിൽ നിന്നും മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നതാണ് പ്രധാനം. സഹോദരങ്ങളെ, നാം പറഞ്ഞു തുടങ്ങിയത് ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ വലിയ സമർപ്പിത ജീവിതങ്ങളുടെ മാതൃകയിലൂടെയാണ്. അതിലൂടെ നമ്മൾ എത്തിപ്പെട്ടത് ആധുനിക ഗസയുടെയും ഇറാന്റെയും വർത്തമാനകാല സാഹചര്യത്തിലാണ്. ഗസയിലെയും ഇറാനിലെയും ആളുകൾ അവരഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ അവരെ പതറാതെ കൊണ്ട് സമർപ്പണ മനസ്സോടുകൂടി അടിപതറാതെ അവർ മുന്നോട്ട് പോകുന്നു. ആ ഒരു വർത്തമാന കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ അതുപോലെ പ്രതിസന്ധികളും വെല്ലുവിളികളും ഒന്നും നമ്മൾ ഈ രാജ്യത്ത് അഭിമുഖീകരിക്കുന്നില്ല എങ്കിൽ പോലും അൽഹംദുലില്ലാഹ് എന്നേ പറയാൻ കഴിയൂ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിധികളിൽ ജീവിക്കുവാനുള്ള
ഒരു സമർപ്പണ ബോധം നമുക്കുണ്ടാവണം. അതും ഒരു സമർപ്പണമാണ്. ഹറാം ഹലാലുകളെ സംബന്ധിച്ചുള്ള ജാഗ്രത, അള്ളാന്റെ പരിധികളെ സംബന്ധിച്ചുള്ള ജാഗ്രത, അതും ഒരു സമർപ്പണമാണ്. നമ്മുടെ ഭൗതികമായ, നമ്മുടെ സ്വാർത്ഥമായ, അതല്ലെങ്കിൽ ലൈംഗികമായ, അതല്ലെങ്കിൽ സാമ്പത്തികമായ താല്പര്യങ്ങളോട്, രാഷ്ട്രീയമായ താല്പര്യങ്ങളോട് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ അള്ളാഹുവിന്റെ ദീനിന്റെ കൂടെ അള്ളാഹുവിന്റെ പരിധിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അവിടെ നമ്മുടെ സ്വാർത്ഥതയുടെ കൂടെ, നമ്മുടെ ലൈംഗികമായ, സാമ്പത്തികമായ വ്യത്യസ്തങ്ങളായ താല്പര്യങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ വിസ്മരിച്ചു പോകുന്നുവെങ്കിൽ അവിടെ ഹൃദയത്തിൽ അള്ളാഹു ഇല്ലാത്ത ആളുകളാണ്. അവിടെ മനസ്സിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്ത കാത്തു സൂക്ഷിക്കാത്ത ആളുകളാണ്. അവരെ സംബന്ധിച്ച് സമർപ്പിതർ എന്ന് പറയുക സാധ്യമല്ല. അള്ളാഹുവിനെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇക്കൂട്ടർക്ക് അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ കഴിയും എന്നവരെ സംബന്ധിച്ച് പറയുക സാധ്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിധികളിൽ ജീവിക്കാനുള്ള സൂക്ഷ്മതയും ഹറാം ഹലാലുകളെ സംബന്ധിച്ചുള്ള ജാഗ്രതയും അതും സമർപ്പണത്തിന്റെ ഒരു വശമാണ്. ആ വശം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ അവിടെയാണ് ഖുർആൻ ചോദിക്കുന്നത്, അവരുടെ ഹൃദയങ്ങൾക്ക് എന്തോ ദൗർബല്യം ബാധിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതാണ് ഖുത്ബയുടെ പ്രാരംഭത്തിൽ ഞാൻ ഓതിവെച്ച വചനങ്ങളുടെ തുടർച്ചയായിട്ട് അല്ലാഹു പറയുന്നത്, അഫീ ഖുലൂബിഹിം മറദുൻ അമിർതാബു അം യഖാഫൂന അൻ യഹീഫല്ലാഹു അലൈഹിം വറസൂലുഹു ബൽ ഉലൈക ഹുമുൽ ളാലിമൂൻ. അഫീ ഖുലൂബിഹിം മറദുൻ അമിർതാബു, അവരുടെ ഹൃദയങ്ങൾക്ക് രോഗം ബാധിച്ചിരിക്കുകയാണോ? കാപട്യമാകുന്ന രോഗം, അതല്ലെങ്കിൽ സംശയമാകുന്ന രോഗം. അം യഖാഫൂന അൻ യഹീഫല്ലാഹു അലൈഹിം വറസൂലുഹു, അല്ലാഹുവും റസൂലും ഒക്കെ അവരെ വഞ്ചിക്കുകയാണെന്ന് അവർ ഭയപ്പെടുകയാണോ? ഖുർആൻ ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, ചരിത്രത്തിൽ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ അനുയായികളും വലിയ സമർപ്പണത്തിന്റെ ജീവിത മാതൃകകൾ മുന്നോട്ട് വെച്ചുവെങ്കിൽ ഇന്നും ഇറാനിലെയും ഫലസ്തീനിലെയും ജനവിഭാഗങ്ങൾ അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും ഏത് വെല്ലുവിളിയിലും ശത്രുവിന്റെ മുമ്പിൽ കീഴടങ്ങാതെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഹറാം ഹലാലുകളുടെ പരിധിയിൽ ജീവിക്കാൻ നമുക്ക് സാധ്യമാവുന്നില്ല എങ്കിൽ, അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത നമുക്കില്ല എങ്കിൽ, എവിടെയാണ് ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം പഠിച്ചത്? എവിടെയാണ് വർത്തമാനത്തിൽ നമ്മൾ പാഠം പഠിച്ചത്? അങ്ങനെ പാഠം പഠിക്കാത്ത ആളുകളോടാണ് അള്ളാഹു ചോദിക്കുന്നത്, അം യഖാഫൂന അൻ യഹീഫല്ലാഹു അലൈഹിം വറസൂലു, അള്ളാഹും അവന്റെ ദൂതനുമൊക്കെ വഞ്ചിക്കുകയാണെന്ന് അവർ ഭയപ്പെടുകയാണോ? പലിശ വേണ്ടെന്ന് ഖുർആൻ പറയുമ്പോ, പലിശ അരുതെന്ന് ഹദീസ് പറയുമ്പോ, അഴിമതി പാടില്ലെന്ന് ഖുർആൻ പറയുമ്പോ, അഴിമതി അരുതെന്ന് ഹദീസ് പറയുമ്പോ, വ്യഭിചാരം പാടില്ലെന്ന് ഖുർആൻ പറയുമ്പോ, നവലൈംഗിക ഉദാരവാദത്തിന്റെ പിന്നാലെ, പലിശയുടെ പിന്നാലെ, അഴിമതിയുടെ പിന്നാലെ, അത് രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയത്തിൽ എങ്ങനെയുമാവാം, ഭൗതിക ജീവിതത്തിൽ എങ്ങനെയുമാവാം, മതമൊക്കെ പള്ളിയിൽ പറഞ്ഞാൽ മതി എന്ന നിലപാടുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ അള്ളാഹു നമ്മോട് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ അള്ളാഹു നമ്മോട് ചോദിക്കുകയാണ്, അം യഖാഫൂന അൻ യഹീഫല്ലാഹു അലൈഹിം വറസൂലുഹു, അതോ അവർ ഭയപ്പെടുകയാണോ അള്ളാഹും റസൂലും ഒക്കെ അവരെ വഞ്ചിക്കുകയാണെന്ന് അവരെ ഭയപ്പെടുകയാണോ? ദുനിയാവിൽ അവരുടെ താല്പര്യങ്ങൾ ആസ്വദിക്കുവാൻ അവർക്ക് അവസരം നൽകാത്ത വിധം സ്വർഗം പറഞ്ഞുകൊണ്ട്, നരകം പറഞ്ഞുകൊണ്ട്, ഈ ദുനിയാവിലെ വലിയ വലിയ വിജയങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് അള്ളാഹും അവരുടെ ദൂതനും അവരെ വഞ്ചിക്കുകയാണെന്ന് അവർ ഭയപ്പെടുകയാണോ? അങ്ങനെ ഭയപ്പെട്ട ആളുകളെയാണ് ചരിത്രത്തിൽ കപടന്മാർ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ബൽ ഉലൈക ഹുമുൽ ളാലിമൂൻ, പക്ഷേ അവർ തന്നെയാണ് അക്രമികൾ. സഹോദരങ്ങളെ, തെറ്റുകളൊക്കെ മനുഷ്യരിൽ സംഭവിക്കും, തെറ്റുകളും പിഴവുകളും മനുഷ്യരിൽ സംഭവിക്കും. പക്ഷെ ഒരു സത്യവിശ്വാസി തെറ്റ് ചെയ്താൽ അയാളിൽ കൽ ജബലി യഖഉ അലൈഹി, അയാളുടെ തലക്ക് മീതെ പതിക്കുന്ന വലിയൊരു പർവ്വതത്തിന് സമാനമുള്ള മനസാക്ഷിക്കുത്താണ് അയാൾ അഭിമുഖീകരിക്കുക. എന്നാൽ കപടവിശ്വാസി തെറ്റ് ചെയ്യുമ്പോൾ കദുബാബിൻ യമുറു അലാ അൻഫി, അയാളുടെ മൂക്കിന് മീതെ പറക്കുന്ന ഈച്ചക്ക് സമാനമായി നിസ്സാരമായിട്ട് അയാൾ തെറ്റിനെ കാണും എന്നുള്ളതാണ്. മൂക്കിന് മീതെ ഒരു ഈച്ച പറക്കുമ്പോൾ എത്രമാത്രം നിസ്സാരമായിട്ടാണ് മനുഷ്യൻ അതിനെ കാണുന്നത്, അതുപോലെ നിസ്സാരമായ തെറ്റിനെ കാണും, അള്ളാന്റെ പരിധികളിൽ നിന്നുള്ള വ്യതിചലനത്തെ കാണുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങളെ, കാപട്യത്തിൽ നിന്ന് മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് നാലാമതായിട്ട് നമ്മുടെ ദൗത്യമെന്ന് പറയുന്നത്. കാപട്യത്തിൽ നിന്ന് മാത്രമല്ല, അഹങ്കാരത്തിൽ
അഹങ്കാരത്തിൽ നിന്ന്, ലോകമാന്യത്തിൽ നിന്ന്, അസൂയയിൽ നിന്ന്, അതൊക്കെ കാപട്യത്തിന്റെ വിവിധങ്ങളായ വശങ്ങളാണ്. അതിൽ നിന്നെല്ലാം മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായ. സഹോദരങ്ങളെ, ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയായിട്ട് വരേണ്ടത് ലോകസമാധാനമാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് നിങ്ങളെ വിളിക്കുന്നത്. ഈ യുദ്ധങ്ങളിലെല്ലാം മരണപ്പെട്ടു പോകുന്നത്, രക്തസാക്ഷികളാവുന്നത് സ്ത്രീകളും നിരപരാധികളായ കുഞ്ഞുങ്ങളുമാണ്. അതൊന്നും രണ്ടുമല്ല, അത് നമുക്ക് വിരലുകളിൽ എണ്ണാൻ സാധിക്കാത്തത്ര ധാരാളമാണ് സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങളും ഐക്യരാഷ്ട്ര സഭയടക്കമുള്ള വേദികളും എല്ലാം ചേർന്നുകൊണ്ട് ഫലസ്തീനിലും ഇറാനിലും ഇസ്രയേൽ നടത്തുന്ന നരനായാട്ടിനെതിരെ ശബ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവേണ്ടതുണ്ട്. അതിനുള്ള നല്ല ബുദ്ധി അവർക്കുണ്ടാവണം. അതിനുവേണ്ടി റബ്ബിനോട് ചോദിക്കുക എന്നതല്ലാതെ നമുക്ക് ഈ ഘട്ടത്തിൽ ഒന്നും ചെയ്യാനില്ല. അള്ളാഹു ലോകത്തെ സമാധാനം തിരിച്ചു കൊണ്ടുവരുമാറാവട്ടെ. യുദ്ധങ്ങളില്ലാത്ത, ആയുധങ്ങളുടെ ശബ്ദങ്ങളില്ലാത്ത ഒരു സാഹചര്യത്തെ അല്ലാഹു തആല സൃഷ്ടിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. രണ്ടാമതായും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ പ്രീതിയിലും പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അള്ളാഹു തആല വിശാലമാക്കി തരുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അർശിൻ്റെ രാജസിംഹാസനത്തിൻ്റെ നിഴൽ നേടിയെടുക്കുന്നവരിലും അതുപോലെ തന്നെ വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉളുമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം കുടുംബാംഗങ്ങളോടൊപ്പം ശാശ്വതമായ സംഗമിക്കുന്നവരിലും നാഥൻ നമ്മെ എല്ലാവരെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും അല്ലാഹു തആല ഈ ഗണത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യാസന്താനങ്ങളിൽ അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു തആല സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അവർക്കും നമുക്കും അല്ലാഹു തആല തഖ്വയും ഈമാനും വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു തആല ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ തൊഴിലും ജീവിത വരുമാന മാർഗങ്ങളും അല്ലാഹു തആല നൽകി പ്രത്യേകമായിട്ട് നമ്മുടെ സന്താനങ്ങളെ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മുതിർന്ന പൗരന്മാർ, നമ്മുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യത്തോടു കൂടെയുള്ള ദീർഘായുസ് നൽകി അല്ലാഹു തആല പ്രത്യേകമായിട്ട് അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, കടങ്ങളിൽ നിന്നും, സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും നമ്മെ എല്ലാവരെയും അല്ലാഹു തആല
രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മോട് ബന്ധപ്പെട്ടവരെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും അല്ലാഹു തആല ഇത്തരം വിപത്തുകളിൽ നിന്ന്, ഇത്തരം മുസീബത്തുകളിൽ നിന്ന്, ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി അല്ലാഹു തആല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലസ്തീൻ ജനതയെ പടച്ചവനെ നീ സഹായിക്കണമേ റബ്ബേ. ഗസയിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ അല്ലാഹുവേ, അവിടുത്തെ സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഇറാനിയൻ ജനതയെ പടച്ചവനെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ലോകത്തെ മർദ്ദിത ജനവിഭാഗങ്ങളെയെല്ലാം, മർദ്ദിത ജനകോടികളെയെല്ലാം മർദ്ദകർക്കെതിരിൽ, അല്ലാഹുവേ, അക്രമികൾക്കെതിരിൽ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, അവരുടെ രക്ഷാധികാരിയായി, അവരുടെ സഹായിയായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, അവർക്ക് നിന്റെ അദൃശ്യമായ, നിന്റെ അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടുള്ള സഹായം കൊണ്ട് പടച്ചവനെ അവരെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ കൃഷിയിൽ, കച്ചവടത്തിൽ, ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാ പടച്ചവനെ, ഞങ്ങൾ നിന്നെ വിളിക്കുകയാണ്. നിന്നോട് അല്ലാ എന്ന് വിളിച്ച് ചോദിക്കാൻ നിനക്ക് കോടാനക്കോടി അടിമകളുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ചോദിക്കാൻ ഉടമസ്ഥനായി, റബ്ബായി, നാഥനായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളെയും നീ സഫലീകരിച്ചു തരയണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബ അന്ന അബീ ബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലി വ അൻ ബഖിയത്തി സ്വഹാബത്തി വ സ്വഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ലാ തുഅദ്ദിബ്നാ ബിന്നാർ വ ലാ തജ്അൽനാ മിൻ ഹതബിൻ നാർ ഇന്നഹാ ബിഅസദ് ദാർ വ ബിഅസൽ മസ്വാ വ ബിഅസൽ ഖറാർ. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക അൻത റഊഫുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.